അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത് വർക്ക് ആവുക. അല്ലാതെ നമ്മൾ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇത് വർക്ക് ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ടല്ലേ. നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഓപ്പണോ ചെയ്യണമെന്നും നമ്മൾ പറയില്ല. ചില ആൾക്കാർ ഓപ്പണോ പറയാൻ വല്ലയിടത്തൊക്കെ നോക്കിയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ഹൃദയത്തിൽ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ നെഞ്ചിൽ വലത്തെ കൈ എടുത്ത് വെക്കുക, എന്നിട്ട് ചാൻറ്റ് ചെയ്യും. ഋഷി, ഹോ ഒപ്പണോ പ്രെയർ എന്ന് പറഞ്ഞ് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹവായൻ ദ്വീപുകളിൽ ഒറിജിനൽ ചെയ്തെന്ന് പറയപ്പെടുന്ന ഒരു പ്രെയർ. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഹോ ഒപ്പണോ പ്രെയർ വഴി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഈ ഹോ ഒപ്പണോ പ്രെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഹവായൻ ട്രഡീഷനിലെ മോർന സിമിയോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹീലറാണ്. അത് ആക്ച്വലി പുറം ലോകത്തെ അറിയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലായിട്ട് പ്രചരിപ്പിച്ച ഡോക്ടർ ഹ്യൂ ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, ഞാൻ തന്നെ മുമ്പ് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, പുള്ളിക്കാരിയുടെ ഒരു ശിഷ്യനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആ പുള്ളി വഴിയാണ് പുള്ളി ഒരു എന്താ പറയുക, ഒരു മെന്റൽ അസൈലത്തിലെ എല്ലാ പേഷ്യൻസിനെയും ഈ ഹോ ഒപ്പണോ പ്രെയർ ഉപയോഗിച്ച് പുള്ളി ഹീൽ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പുള്ളി കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളെ. അപ്പൊ ഇത് റെക്കോർഡഡ് ആണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ബുക്സ് ഉണ്ട്. ബുക്സ് ഉണ്ട്. സീറോ ലിമിറ്റ് അല്ലേ? സീറോ ലിമിറ്റ്. അതേപോലെ തന്നെ വേറെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഈ ഡോക്ടർ ഹ്യൂലിന്റെ തന്നെ ഒരുപാട് ടോക്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അധികം അവൈലബിൾ അല്ല. പക്ഷെ ഒരുപാട് ടോക്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഹോ ഒപ്പണോ പഠിപ്പിച്ചതും സത്യത്തിൽ എൻ്റെ ഒരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിക്കാൻ വന്ന ഒരു വ്യക്തി പെറുവിലുള്ളതാണ്. അപ്പൊ ഇവർ ഈ ഹവായൻ ട്രഡീഷനിൽ ഡയറക്ട്ലി ഇനിഷ്യേറ്റഡ് ആണ്. അപ്പൊ അവര് മുഖേനയാണ് ഹോ ഒപ്പണോ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പൊ അത് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മിറക്കിൾസ് എന്ന് തന്നെ പറയാം. അതെ, ഈവൻ ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതെ, അത് ബേസിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാവരും പോയി ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് വേണ്ടിയായിരിക്കും. ആക്ച്വലി സത്യത്തിൽ അതിന്റെ ഉദ്ദേശം റിലേഷൻഷിപ്പ് മാത്രമല്ല. റിലേഷൻഷിപ്പ് ഒരു കാര്യം മാത്രമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം നമ്മൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സെൽഫ് ഹീലിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെ എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളിപ്പോ ഹീൽഡ് അല്ലെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഹീൽഡ് അല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ ഹീൽ ചെയ്യാൻ പറ്റില്ല. ഹീൽ ചെയ്താൽ ഹീലാവുകയില്ല. അപ്പോൾ ഈ ഒരു ഹോ ഒപ്പണോ പ്രെയർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിനും ബോഡിക്കും വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ബോഡിയിൽ ഒരുപാട് ജങ്ക് ഫുഡുകൾ കഴിക്കുന്നുണ്ട്, എക്സസൈസ് കൊടുക്കാതിരിക്കുന്നുണ്ട്, ഒരുപാട് ടോക്സിൻസ് കയറ്റുന്നുണ്ട്, മൈൻഡിനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ട് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. നമ്മളുടെ ശരീരം ഉണ്ടായതുകൊണ്ടാണ് നമ്മളുള്ളത് അല്ലെ. നമ്മൾ ശരീരത്തിനുള്ളിലാണുള്ളത്. അപ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയും മൈൻഡും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ താങ്ക് യു, ഐ ലവ് യു, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് എണ്ണമൊന്നുമില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ ചോദിക്കുമ്പം 108 തവണ ചെയ്യാൻ പറയുന്നു അല്ലാതെ ആക്ച്വലി ഇതിന് എണ്ണമില്ല. നമ്മളൊരു സാധന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ നിർത്താൻ തോന്നുന്നത് അപ്പം നിർത്തും. ചില ആൾക്കാർ ഹോ ഒപ്പണോ പറയാൻ വല്ലയിടത്തൊക്കെ നോക്കിയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ഹൃദയത്തിൽ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ നെഞ്ചിൽ വലത്തെ കൈ എടുത്ത് വെക്കുക, എന്നിട്ട് ചാൻറ്റ് ചെയ്യും. എന്നിട്ടും കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ, അതെ, പീസ്ഫുൾ ആയിട്ട് എപ്പോഴും നമ്മൾ എന്ത് സ്പിരിച്വൽ സാധന ചെയ്യുമ്പോഴും കുറച്ച് നേരം ഒന്ന് ഡീപ്പ് ബ്രീതിങ് ചെയ്തിട്ട് ഇതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നെഞ്ചിൽ വലത് കൈ എടുത്ത് വെക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റേ കൈ തലയിൽ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് തലയിൽ, റൈറ്റ് ഹാൻഡ് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത്. അത് ആ ഒരു കണക്ഷൻ കിട്ടുന്നത് വരെ പിന്നെ കൈ താഴ്ത്തി വെക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഹോ ഒപ്പണോ റിലേഷൻഷിപ്പിന് ചെയ്യാം, നമുക്ക് വേണ്ടി ചെയ്യാം. ഇപ്പോ ഒരു മണി മാനിഫെസ്റ്റേഷൻ ഏറ്റവും നല്ലതാണ്. അതെങ്ങനെയാണ് അത് ചെയ്യുക? സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത് വലിയ ഹെൽപ്പ് ആയിരിക്കും. അതെ, മണി മാനിഫെസ്റ്റേഷനിൽ ഹോ ഒപ്പണോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു പറയുമ്പോൾ നമ്മളുടെ ഈ പണം നമ്മൾ അനാവശ്യമായിട്ടും നമ്മൾ ധൂർത്തായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ സമയം.
നമുക്ക് വേണമെങ്കിൽ ഡിയർ മണി എന്ന് പറയാം. ഡിയർ മണി, അതായത് ഒരു വ്യക്തിയെ പറയുന്നത് പോലെ. അതെ, ഇപ്പൊ എനിക്കിപ്പോ എലിസബത്തുമായിട്ടൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഡിയർ എലിസബത്ത് എന്നാണ് പറയുന്നത്. അതേപോലെ ഡിയർ മണി, ഐ ആം സോറി, അനാവശ്യമായിട്ട് ഞാൻ പണം ദൂർത്തടിച്ചിട്ടുണ്ട്, സേവ് ചെയ്യാതിരുന്നിട്ടുണ്ട്, സ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഐ എം സോറി, പ്ലീസ് എന്നോട് ക്ഷമിക്കൂ, താങ്ക് യു, എന്നെ ഞാനാക്കിയത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണം കൂടെയാണ് അല്ലെ. ഐ ലവ് യു എന്ന് പറയുമ്പോൾ ആ ഫീലോട് കൂടി പറയണം. അല്ല നമ്മളിപ്പോ ഈ ചില ആൾക്കാർ മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെ അവിടെ ഇവിടെയും നോക്കിയല്ല, ആ ഫീലോട് കൂടി, ആ ഇമോഷനോട് കൂടിയാണ് പറയേണ്ടത്. എന്നാൽ മാത്രമേ ഇത് എഫക്റ്റ് ഉള്ളൂ. അല്ലാതെ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ചിലർക്ക് ഇത് വർക്കാവാത്തത്. നന്നായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് വർക്കാവും. ഇപ്പൊ എലിസബത്ത് തന്നെ അനുഭവസ്ഥയല്ലേ. അപ്പൊ ഉറപ്പായിട്ടും അത് എല്ലാവർക്കും. ഇതിന്റെ അഡ്വാൻസ്ഡ് പ്രയറുകളും ഉണ്ട്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ എന്ന് മാത്രമല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് പ്രയറും തന്നെ അഡ്വാൻസ് പ്രയർ. ഒപ്പണൊപ്പനോട് തന്നെ നമുക്ക് ഈ വീട് വരെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിന്റെ സ്റ്റക്ഡ് എനർജീസ് എല്ലാം ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് സ്പിരിച്വാലിറ്റി മാത്രം, അതായത് ഇപ്പൊ നമുക്ക് മെഡിറ്റേഷന് സഹായിക്കുന്ന മോർണ സിമിയോണയുടെ ഡയറക്റ്റ്, അതിനെക്കുറിച്ച് ഡോക്ടർ ഹ്യൂലിൻ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതിന്റെ ട്രഡീഷനിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ഹോപ്പണൊപ്പണോ പ്രയർ ഉണ്ട്, ഒരെണ്ണം മാത്രമല്ല. സ്റ്റാർട്ടിംഗ് ലെവലാണ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഒരു ഷോർട്ട് രൂപം. അത് എല്ലാവർക്കും ഈ വലിയ പ്രയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. അതെ അതെ. അതുപോലെ നമുക്കിപ്പോ എല്ലാ ബ്ലോക്സും, അതായത് ഇപ്പൊ മണി ബ്ലോക്ക് അങ്ങനെയുള്ള എല്ലാ ബ്ലോക്സും നമുക്ക് അതുവഴി മാറ്റാൻ പറ്റുമെന്ന് പറയുന്നു. എല്ലാ ബ്ലോക്സും മാറ്റാം, പ്രൊവൈഡഡ് നമ്മൾ ആ ഫീലോട് കൂടി ചെയ്താൽ മാത്രം. അതായത് റിലേഷൻഷിപ്പ് ബ്ലോക്സ്, മണി ബ്ലോക്സ്, റിലേഷൻഷിപ്പ് ബ്ലോക്സ് മാറ്റിയതാണ്. ആക്ച്വലി നമ്മൾ റിലേഷൻഷിപ്പിൽ വേണ്ടി മാത്രമല്ല ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ മാറുന്നത് റിലേഷൻഷിപ്പ് ബ്ലോക്സ് ആണ്, ഏറ്റവും കൂടുതൽ മാറുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇന്റൻഷനും കൂടെ ഇന്റൻഷൻ, നമ്മളിപ്പോ റിലേഷൻഷിപ്പ് ബ്ലോക്കിന് ചെയ്യാം. ഇപ്പൊ ഒരാളും അയാളുടെ ഭാര്യയായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായോണ്ടല്ലേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഞാനും ഇതിനൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ ആണെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. ഞാൻ തെറ്റുകാരിയല്ല, അയാൾ മാത്രമാണ് കുറ്റക്കാരനെന്ന് വിചാരിച്ചാൽ അത് വർക്കാവില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വരും. നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എൻ്റെ കൂടെ പ്രശ്നം കൊണ്ടാണ്. നമ്മളിപ്പോൾ സാധാരണ പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവരല്ലേ നമ്മൾ ബ്ലെയിം ചെയ്യുന്നത്. ആ ബ്ലെയിമിങ് മാറിയിട്ട് ഈ ഒരു മെന്റാലിറ്റിയും കൂടെ വരണം, അല്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. കാരണം എല്ലാത്തിനും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പൊ പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇത് ചാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയോ ബ്ലോക്സ് മാറും. പക്ഷെ അതിലൊരിക്കലും എന്റെയും കൂടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല. അതെ അതെ, ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട്. പക്ഷെ അങ്ങനെയും കൂടെ നമ്മൾ ചിന്തിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും അല്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത് വർക്ക് ആവുക. അല്ലാതെ നമ്മൾ എന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ അത് വർക്ക് ആവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ നമുക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ടല്ലേ. നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. അങ്ങനെ പറഞ്ഞത് വർക്ക് ആവില്ല. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, അവർ തമ്മിൽ ഒരു ശത്രുതയിലായി. അത് നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പണോ ചൊല്ലി അവരുടെ ഉള്ളിൽ ആ സ്നേഹം, അവരുടെ ഉള്ളിൽ ആ സ്നേഹം നിലനിൽപ്പുണ്ടെങ്കിൽ വർക്കാവും. പക്ഷെ ഒരാള് ഭയങ്കര അബ്യൂസീവ് ആണ്, ഭയങ്കര ഇതാണെങ്കിൽ അത് അങ്ങനെ ഒരാളെ ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് വ്യക്തികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ രണ്ടുപേരും ആക്ച്വലി ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടാണ് ഇതായത്. പക്ഷെ ഉള്ളിൽ ഈ പുള്ളിക്കാരിക്കും അറിയാം അയാൾക്ക് സ്നേഹമുണ്ട്, എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് അവർ അടിയിട്ടത് എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് ഹോപ്പണൊപ്പണ വർക്ക് ആവുന്നത്. അല്ലാതെ നമുക്കിപ്പോ ഒരാളെ അട്രാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കിപ്പോ കത്രീന കൈഫിനെ അട്രാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പണൊപ്പണ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതേപോലെയാണ് അത് വർക്ക് ആവുന്നത്. അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലെ ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഹോപ്പണോ പ്രയറൊക്കെ ചൊല്ലി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നന്ദി ഋഷി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും
ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.